ഹായ് കുഞ്ഞുമക്കളെ. കുഞ്ഞുമക്കളൊക്കെ ആൻറ്റിയുടെ കഥ കേൾക്കാൻ ഓടി വന്നോ? നമുക്ക് ഒന്നിച്ച് വായിച്ച് കഥയിലുള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഈ കഥയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ സ്കൂളിൽ പോണ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ പോകുന്ന കുട്ടികൾക്കും സ്കൂൾ കഴിഞ്ഞ കുട്ടികൾക്കും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് ഈ കഥ കേട്ടോ. വാ, വേഗം വാ, നമുക്ക് ആരാന്ന് മനസ്സിലാക്കണ്ടേ. വാ, കഥയിലേക്ക് പോവാട്ടോ. തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ, കൂടെ വായിക്കണം കേട്ടോ. തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചത്തിൽ ചൂളം വിളിച്ച് ഒരു ട്രെയിൻ വന്നു നിന്നു. അപ്പം എന്താ പറയണത്? നല്ല തിരക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ അല്ലേ. പണ്ടത്തെ കഥയാണ് കേട്ടോ പറയണത്. തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചത്തിൽ ചൂളം വിളിച്ചു, നല്ല സൗണ്ടിൽ ചൂളം വിളിച്ചൊരു ട്രെയിൻ വന്ന് നിന്നു. ട്രെയിൻ എങ്ങനെയാണ് ചൂളം വിളിക്കുക എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ ട്രെയിനിലൊക്കെ നല്ല സൗണ്ടാണ്. ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കുഞ്ഞുമക്കൾക്ക് അറിയില്ലേ? ആൻറ്റിയുടെ കൂടെ ഒന്ന് കാണിച്ചു തന്നേ, ഇങ്ങനെ ചൂളം വിളിക്കുക, ട്രെയിൻ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക എന്ന്. ഇതാ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് സൗണ്ട് ഉണ്ടാക്കി നോക്കിക്കേ. കണ്ടോ? ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ട്രെയിന് അവിടെ വന്ന് നിന്നു. പെട്ടികളും ബാഗുകളുമായി യാത്രക്കാർ ട്രെയിനിൽ നിന്നിറങ്ങി. അപ്പോൾ ആൾക്കാർ വരുന്നതും പോണതും എല്ലാവരും കയ്യിലും യാത്ര ചെയ്യണ ആൾക്കാരല്ലേ. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സും സാധനങ്ങളും, പിന്നെ നമ്മൾ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ, വീടുകളിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്, കഴിക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് പെട്ടികളൊക്കെ നിറച്ചും ഉണ്ടാവില്ലേ. അതാണ് പറയണത്. പെട്ടികളും ബാഗുകളൊക്കെ ആയിട്ട് യാത്രക്കാർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. കയ്യിൽ ചെറിയൊരു പെട്ടിയുമായി ഒരു യുവാവ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ കയ്യിൽ ചെറിയൊരു പെട്ടിയേ ഉള്ളൂ, ഒരാൾക്ക് തൂക്കാൻ പറ്റിയൊരു പെട്ടിയേ ഉള്ളൂ. എന്നിട്ട് ഒരു യുവാവ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഒരാൾ, നമ്മൾ ട്രെയിൻ ഇറങ്ങണ സ്ഥലമല്ലേ, അവിടേക്ക് ഇറങ്ങി നിന്നു. പെട്ടി താഴെ വെച്ച് അയാൾ ചുറ്റും നോക്കി. ആ പെട്ടി, കയ്യിലുള്ള പെട്ടി താഴെ വെച്ചിട്ട് അയാൾ ചുറ്റും നോക്കുകയാണ്. പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ വേണം. പെട്ടി ചുമക്കാനായിട്ട് ഒരു സഹായത്തിന് ഒരാളെ വേണമെന്നാണ് പറയണത്. യുവാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, കൂലി കൂലി. പക്ഷേ കൂലിക്കാരെല്ലാം കൂടുതൽ പെട്ടികളുള്ള യാത്രക്കാരുടെ പിറകെ പോയി. ആ യുവാവ് ഇറങ്ങിയിട്ട് പറഞ്ഞു, കൂലി കൂലി പറഞ്ഞാൽ ഈ സഹായിക്കാനുള്ള ആളെ വിളിക്കുകയാണ്. കൂലിക്കാരുണ്ടോ ഇവിടെ എൻ്റെ പെട്ടി ചുമക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ കൂലിക്കാരെല്ലാം കൂടുതൽ പെട്ടി ചുമക്കുന്ന ആളുകൾ, പെട്ടികളുള്ള ആളുകളുടെ അവരെ സഹായിക്കാനാണ് പോയത് എന്നാണ് പറയണത്. അപ്പോൾ ഒരാളുടെ കയ്യിലൊരു 4-5 പെട്ടി ഉണ്ടെങ്കിൽ അവരെയല്ലേ ഹെൽപ്പ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു പെട്ടി, ഒരാൾക്ക് ചുമക്കാൻ പറ്റിയ പെട്ടി ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ എടുത്തിട്ട് പോകാനല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ കൂലിക്കാരൊക്കെ കൂടുതൽ പെട്ടിയുള്ള ആൾക്കാരെ അവരെ സഹായിക്കാൻ വേണ്ടി പോയി എന്ന് പറയാണ്. ആരും വരുന്നില്ലല്ലോ കൊണ്ട് അയാൾക്ക് എന്താണ് ദേഷ്യത്തോടെ പിറുപിറുത്തു. ഇങ്ങനെ മനസ്സിൽ പറയില്ലേ, ആരും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ പറയണതിനെ പറയണത് പിറുപിറുത്തു എന്ന്. അപ്പോൾ അതുവഴി പോയ ഒരാൾ അത് കേട്ട് തിരിഞ്ഞു നോക്കി. അതുവഴി ഒരാൾ പോകുമ്പോൾ, എന്താ ഇയാൾ പറയണ, എന്ത് പറ്റി ചോദിച്ചു. അപ്പോൾ പെട്ടിയെടുത്ത് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ താഴെ പെട്ടി വെച്ചിട്ട് നോക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, എന്ത് പറ്റി ചോദിച്ചു. അയാൾ ചോദിച്ചു, എൻ്റെ ഈ പെട്ടി ഒന്ന് പുറത്തെത്തിച്ചു തരാൻ ഒരു കൂലിക്കാരനെ പോലും കാണുന്നില്ല. ഈ പെട്ടി പുറത്ത് എത്തിക്കണം, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് റോഡിൻ്റെ അവിടെ എത്തിക്കണം. അപ്പോൾ അവിടെ ഒരു കൂലിക്കാരനെ പോലും കാണുന്നില്ല, യുവാവ് പറഞ്ഞു. അപ്പോൾ വന്ന ആൾ പറഞ്ഞു, ഇത് കണ്ട ആൾ ഈ വരുമ്പോൾ ഇങ്ങനെ നോക്കിയില്ലേ, അയാൾ പറഞ്ഞു, ഈ ചെറിയ പെട്ടി അങ്ങേക്ക് എടുത്തു കൊണ്ടുപോകാനുള്ളതല്ലേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ കയ്യിൽ നോക്കുമ്പോൾ എന്താണ്, വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ട പെട്ടി പോലും അല്ല, അയാൾക്ക് സ്വന്തമായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റിയ പെട്ടിയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ഈ ചെറിയ പെട്ടി അങ്ങേക്ക് എടുത്തു കൊണ്ടുപോകാനുള്ളതല്ലേ ഉള്ളൂ. വന്നയാൾ ചോദിച്ചു. യുവാവിനത് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എന്നെ പറ്റി എന്ത് കരുതി? പെട്ടി ചുമക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അതായത് അദ്ദേഹത്തിന് നല്ല അഹങ്കാരമുള്ള ആളാണെന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെപ്പറ്റി എന്ത് കരുതി? ഞാൻ
അത്രയ്ക്ക് ഇങ്ങനെ തരംതാണ ആളല്ല, അങ്ങനെ ഒരു ഭാവം, അങ്ങനെ ഭാവം വരാൻ പാടോ? ഇല്ല, അങ്ങനത്തെ ഭാവം ഒരിക്കലും വരാൻ പാടില്ല അല്ലേ. അപ്പം എന്താ പറയണത്, നിങ്ങൾ എന്നെപ്പറ്റി എന്തു കരുതി, പെട്ടി ചുമക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല എന്ന് അങ്ങനെ പറഞ്ഞു. അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടും ആരെങ്കിലും? ഇല്ല. എങ്കിൽ ഇത് ഞാൻ ചുമക്കാം. അപ്പം കണ്ട ആളെന്താ പറയണേ, എന്നാ സാരില്ല, എന്നാൽ ഞാൻ അതെടുത്തിട്ട് തരാം. അത് പറഞ്ഞ അയാൾ യുവാവിൻ്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി. യുവാവ് ഗമയിൽ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. അപ്പോൾ ഈ വന്ന ആൾ ആരാണോ എന്താണോ ഒന്നും അയാൾക്ക് അറിയണ്ട. ഈ പെട്ടി വേറെ ആരെങ്കിലും ചുമന്നിട്ട് അയാളുടെ സ്ഥലത്ത് എത്തിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് യുവാവ് ഗമയിൽ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. ഒരു കുതിരവണ്ടിയുടെ മുന്നിലെത്തിയപ്പോൾ യുവാവ് പറഞ്ഞു. അപ്പോൾ നടന്ന് സ്റ്റേഷൻ്റെ പുറത്തെത്തിയപ്പോൾ അവിടെ എന്താണ് അവിടെ കാത്തിരിക്കുന്നത്? ഒരു കുതിരവണ്ടി. കുതിരവണ്ടി കുഞ്ഞുമക്കളൊക്കെ കണ്ടിട്ടില്ലേ? ഇതാ ഇങ്ങനെ ഇരിക്കും, കണ്ടോ? ഇത് കുതിരവണ്ടി കണ്ടിട്ടില്ലേ? ഇനി കുതിരവണ്ടി കാണുമ്പോൾ ഈ കഥ ഓർക്കണം കേട്ടോ. ഇങ്ങനെ ഒരാളുടെ കഥ ഓർക്കണം കേട്ടോ. കുതിരവണ്ടിയുടെ മുന്നിലെത്തിയപ്പോൾ യുവാവ് എന്താ പറഞ്ഞത്? യുവാവ് പറഞ്ഞു, പെട്ടി ആ വണ്ടിയിൽ വെച്ചേക്കൂ, ദാ ഇതിരിക്കട്ടെ. അപ്പോൾ കുതിരവണ്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു, ആ വണ്ടിയിൽ വെച്ചോ, കുതിരവണ്ടിയിൽ വെച്ചോ. അയാൾ കുറച്ച് പണം വെച്ച് നീട്ടി. എന്നിട്ട് കയ്യിൽ കുറച്ച് പൈസ എടുത്തിട്ട് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി പോയി. കൂലിയൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ യുവാവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹം നടന്നു പോയി. ആ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കുതിരവണ്ടിയിൽ ഈ കുഞ്ഞു പെട്ടി ഇയാൾക്ക് ചുമക്കാൻ വയ്യ, ഇയാൾക്കിത് എടുത്തു പോകാനല്ലേ ഉള്ളൂ. ഈ കുഞ്ഞു പെട്ടി ഇതാവാനാണ് കൂലിക്കാരനെ അയാൾ തിരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പൈസ കണ്ടോ കയ്യിൽ? കണ്ടോ പൈസ ഇതാ പിടിച്ചോന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാണ്ട് ഇദ്ദേഹം പോയി. ഇവരാണ് ഹെൽപ്പ് ചെയ്യാൻ വന്ന ആള്. കണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ പെട്ടി ഇയാളാണ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് നടന്നു പോവാണ്. കണ്ടോ? തിരിഞ്ഞു നോക്കാതെ പോയി. യുവാവ് കുതിരവണ്ടിയിൽ കയറി യാത്രയായി. എന്ത് ചെയ്തു? സാരില്ല, എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു? കുതിരവണ്ടിയിൽ കയറിയിട്ട് അവരവരുടെ വീട്ടിലോട്ടും പോയി. പിറ്റേന്ന് നഗരത്തിലെ ടൗൺ ഹാളിൽ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന മഹാന്റെ പ്രസംഗം നടക്കുന്ന കാര്യം അയാൾ അറിഞ്ഞു. പിറ്റേ ദിവസം എന്താണ്, ഇയാൾ അവിടെ എത്തിയ സമയത്ത് അവിടെ ടൗൺ ഹാൾ, അതായത് വലിയൊരു ഹാളിൽ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന മഹാന്റെ പ്രസംഗം, വലിയ മനുഷ്യനാണ് കേട്ടോ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, അവരുടെ പ്രസംഗം അവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പ്രസംഗം കേൾക്കാൻ ടൗൺ ഹാളിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. യുവാവും ആകാംക്ഷയോടെ കാത്തിരുന്നു. അപ്പോൾ പ്രസംഗം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അയാൾ അവിടെ പോയി. പ്രസംഗം കേൾക്കാൻ ടൗൺ ഹാളിലാണെങ്കിലോ വലിയ ഹാളല്ലേ, അവിടെ കുറേ ആൾക്കാർ തിങ്ങി നിറഞ്ഞു പറഞ്ഞാൽ നിറച്ച ആൾക്കാർ വന്ന് ഇരിക്കുകയാണ് അത് പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്. അത്രയും നല്ലൊരാളുടെ പ്രസംഗമാണ് അവിടെ നടക്കുന്നത്. യുവാവും ആകാംക്ഷയോടെ കാത്തിരുന്നു. ഈ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആ യുവാവില്ലേ, അവരും ഇതാരാണെന്നൊക്കെ അറിയാനും പ്രസംഗം കേൾക്കാനും വേണ്ടിയിട്ട് അവിടെ കാത്തിരുന്നു എന്നാണ് പറയണത്. അധികം വൈകിയില്ല, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ വേദിയിലേക്ക് വന്നു. അധികം വൈകിയില്ല പറഞ്ഞാൽ ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആ സ്റ്റേജിലേക്ക് വന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. വേദിയിലേക്ക് വന്നു. അദ്ദേഹത്തെ കണ്ട യുവാവ് ഞെട്ടിപ്പോയി. അദ്ദേഹത്തെ കണ്ടതും അയ്യോന്ന് ആയിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? തലേന്ന് തൻ്റെ പെട്ടി ചുമന്ന ആളാണല്ലോ അത്. ആകെ ആ യുവാവിന് സർപ്രൈസ് ആയിപ്പോയി. അയ്യോ, ഇത് തലേ ദിവസം എൻ്റെ പെട്ടി ചുമന്ന ആളാണല്ലോ, ഇത്രയും വലിയ മനുഷ്യനാണല്ലോ എന്ന് ആലോചിച്ചു. അയാൾക്ക് കടുത്ത വിഷമം തോന്നി. വിഷമം തോന്നുന്ന സങ്കടമായി. അയ്യോ, ഇവരെ കൊണ്ടാണോ ഞാൻ എൻ്റെ പെട്ടി ചുമപ്പിച്ചെന്ന് തോന്നി. പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് യുവാവ് ഓടിച്ചെന്നു. അപ്പോൾ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവർ സംസാരിക്കില്ലേ, ആ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ നിന്നിട്ട് ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ യുവാവ് ഓടിച്ചെന്നു. എന്നിട്ട് കാലുകളിൽ പിടിച്ച് മാപ്പിരന്നു.
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു. ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടാണല്ലോ ഞാൻ പെട്ടിയൊക്കെ ചുമപ്പിച്ച്. അദ്ദേഹത്തിന് എന്തെങ്കിലും അഹങ്കാരം ഉണ്ടായിരുന്നോ? വേറൊരാളുടെ പെട്ടി ചുമന്ന് അവരുടെ കുതിര വണ്ടി കൊണ്ടുവയ്ക്കുകയൊക്കെ ചെയ്തില്ലേ? അയാൾക്ക് എന്തെങ്കിലും അഹങ്കാരം ഉണ്ടോ? അതാണ് പറയണത്, നല്ലോണം വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് അഹങ്കാരം ഒരിക്കലും ഉണ്ടാവില്ല എന്ന്. വിദ്യാസാഗർ അയാളെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. സാരില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അപ്പോൾ ആരാണ് ഈ വിദ്യാസാഗർ എന്നാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആരാണെന്നാണ് പറഞ്ഞുതരാൻ പോണത്. ആരാണ്? സാമൂഹ്യ പരിഷ്കർത്താവ്. അതേ സമൂഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണ വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. സാഹിത്യകാരൻ, നല്ലോണം എഴുതും, അധ്യാപകൻ, നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന സർ അല്ലേ, ആ ടീച്ചർ, അങ്ങനെ അധ്യാപകനാണ്. എന്നീ നിലകളിൽ മഹത്തായ സേവനമനുഷ്ഠിച്ച ഈശ്വർചന്ദ്ര വിദ്യാസാഗറിനെ കുട്ടികൾ എന്നെന്നും ഓർമ്മിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. കുട്ടികൾ എന്നും അദ്ദേഹത്തെ ഓർക്കണം, അതായത് ഓർമ്മിക്കുകയും വേണം. ഈ കഥ കേട്ട് ആരും മറക്കൂല. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മറക്കാണ്ടിരിക്കാൻ ഒരു കാരണം? വിദ്യാലയങ്ങളിൽ ഇപ്പോൾ നൽകി വരുന്ന 2 മാസത്തെ മധ്യവേനൽ അവധിക്ക് അദ്ദേഹമാണ് തുടക്കം കുറിച്ചത്. കണ്ടോ, നമ്മുടെയൊക്കെ വേനലവധിയില്ലേ, നമ്മൾ ഫൈനൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 2 മാസം സുഖമായിട്ട് കളിക്കാനും നമ്മുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ വീട്ടിൽ പോകാനും ഒക്കെ സമയം ഉണ്ടാവില്ലേ, നമ്മൾ ടൂറ് പോകാനൊക്കെ. അപ്പോൾ ആ 2 മാസത്തെ വേനലവധി ആരാണ് തുടക്കം കുറിച്ചത്? ആരാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം സ്കൂൾ ഇൻസ്പെക്ടറായിരുന്നപ്പോൾ ചൂടുകാലത്ത് കുട്ടികൾ പ്രയാസം കണ്ട് ബ്രിട്ടീഷ് സർക്കാരിനോട് അപേക്ഷിച്ച് 2 മാസത്തെ മധ്യവേനൽ അവധി അനുവദിച്ചു. എന്താ പറയണത്, നമ്മൾ സ്കൂളിലൊക്കെ പോണ സമയത്ത് ഇൻസ്പെക്ടർ വരില്ലേ, എല്ലാം കറക്റ്റാണോ, സ്കൂളിൽ പഠിപ്പിക്കുന്നത് കറക്റ്റാണോ, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വരില്ലേ? അങ്ങനെ ഇൻസ്പെക്ടറായി വർക്ക് ചെയ്തിരുന്ന സമയത്ത് ചൂട് കാലത്താണ് അദ്ദേഹം എന്താണ് സ്കൂളിൽ പോയിട്ട് നോക്കാൻ പോയത്. അപ്പോൾ ചൂട് കാലത്ത് കുട്ടികളുടെ പ്രയാസം കണ്ട്, കുട്ടികൾ വിയർത്തിട്ടും നല്ല പ്രയാസത്തോടെ പഠിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിനോട്, പണ്ട് ഇന്ത്യ ഭരിച്ചത് ആരാണ്? ബ്രിട്ടീഷ് സർക്കാരല്ലേ. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് 2 മാസത്തെ മധ്യവേനൽ അവധി അനുവദിപ്പിച്ചു. അവർ പറഞ്ഞിട്ടാണ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ പറഞ്ഞിട്ടാണ് നമ്മൾക്ക് ഒരു വർഷത്തിൽ 2 മാസത്തെ മധ്യവേനൽ അവധി അനുവദിപ്പിച്ചത്. ആ പതിവ് ഇന്നും തുടരുന്നു. ഇന്നും അദ്ദേഹം പറഞ്ഞത് പ്രകാരം നമുക്ക് ഇന്നും 2 മാസത്തെ വെക്കേഷൻ വരുന്നില്ലേ? ഇനി മറക്കുമോ നിങ്ങൾ ആരെങ്കിലും? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ പറഞ്ഞ മഹത് വ്യക്തിയെ ഇനി മറക്കുമോ? ഇല്ല, ഒരിക്കലും നമ്മൾ മറക്കില്ല അല്ലേ? ഇത് കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കണം, അപ്പോൾ പറഞ്ഞു കൊടുക്കണം. ആർക്കെങ്കിലുമൊക്കെ അറിയോ, എല്ലാവർക്കും അറിയോ എന്നൊക്കെ ചോദിക്കണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ. ഓക്കെ, ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? എന്നാൽ ആൻറ്റി അടുത്ത കഥയായിട്ട് വീണ്ടും വരാം കേട്ടോ. ബായ്.